റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നേമത്തിനും വട്ടിയൂർക്കാവിനും പിന്നാലെ അരുവിക്കരയിലും ഡീൽ ആരോപണം ഉന്നയിച്ച് സ്ഥാനാർത്ഥികൾ. ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതും പ്രചാരണ രംഗത്ത് സജീവമാകാത്തതും ഡീലിന്റെ ഭാഗമാണോ എന്ന് സംശയമുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി ജി സ്റ്റീഫൻ പറയുന്നു. കോൺഗ്രസിനെ തോൽപ്പിക്കലാണ് LDFന്റെയും BJPയുടെയും ലക്ഷ്യമെന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി VS ശിവകുമാറിന്റെ മറുപടി. BJPക്ക് വോട്ട് നൽകി കോൺഗ്രസിനെ തോൽപ്പിക്കാൻ അന്തർധാര സജീവമാണെന്നും VS ശിവകുമാർ ആരോപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ 13 മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോഴൊന്നും ഇവിടെ പ്രഖ്യാപിച്ചില്ല. ബാക്കി മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഒരാഴ്ച വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സ്ഥിതി വന്നത്. അതൊക്കെ അവര് ഗൗരവത്തിലല്ല ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവര് കുറച്ചുകൂടെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവരുടെ പ്രവർത്തനം നടത്തി കാണുന്നില്ലല്ലോ എന്ന് തോന്നി. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ നരേന്ദ്രമോദി പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. പിണറായി വിജയന്റെ മുദ്രാവാക്യം അവരിവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ പറയുന്നത് കോൺഗ്രസ് മുക്ത കേരളം. അതിനവർ അന്തർധാരയിലൂടെ ഒരുപാട് ഡീലുകൾ അവർ നടത്തും UDFനെ പരാജയപ്പെടുത്തി. പക്ഷേ UDF പരാജയപ്പെടില്ല. അപ്പോൾ BJPക്ക് വോട്ടുകൾ കൊടുത്ത് പരമാവധി വോട്ടുകൾ കൊടുത്ത് അന്തർധാര ഉണ്ടാക്കി കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, UDFനെ പരാജയം, അത് അവരുടെ അവസാനത്തെ അടവാണ്. അരുൺ സോളമൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, വട്ടിയൂർക്കാവിനും നേമത്തിനും പിന്നാലെ അരുവിക്കരയിലും ഡീൽ ആരോപണം കളം നിറയുകയാണല്ലേ? ഇവിടെ ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയാണ് ഇത്തരത്തിൽ UDFും BJPയും തമ്മിലൊരു ഡീൽ ഉണ്ടെന്നുള്ള ആരോപണവുമായി രംഗത്തെത്തുന്നത്. എങ്ങനെ പ്രതിരോധിക്കുന്നു UDF? റീജിത്ത്, ആര്യ, ഇത് വട്ടിയൂർക്കാവിനും നേമത്തിനും അപ്പുറം വീണ്ടും മറ്റൊരു മണ്ഡലത്തിലേക്ക് കൂടി ഈ ഡീലാരോപണം ഉയർന്നു വരികയാണ്. പ്രധാനമായിട്ടും ഈ അരുവിക്കര മണ്ഡലം കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും LDFന്റെ സിറ്റിംഗ് സീറ്റിൽ MLA കൂടിയായിരുന്ന ജി സ്റ്റീഫൻ തന്നെയാണ് അവിടെ വീണ്ടും മത്സര രംഗത്ത് സജീവമായിട്ടുള്ളത്. പക്ഷേ അവിടെ തികച്ചും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി VS ശിവകുമാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും 2011 അതുപോലെ തന്നെ 16 കാലങ്ങളിലൊക്കെ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ KS ശബരിനാഥനെ നേമത്ത് മത്സരിപ്പിക്കുകയും VS ശിവകുമാർ അരുവിക്കരയിൽ എത്തുകയും ചെയ്തു. അതിന് ഇപ്പോൾ ഏറ്റവും ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അവിടുത്തെ BJP സ്ഥാനാർത്ഥിയെ ഏറ്റവും വൈകിയാണ് പ്രഖ്യാപിച്ചത്. മറ്റൊന്ന്, അദ്ദേഹം ഇപ്പോൾ ഈ പ്രചരണ രംഗത്ത് സജീവമല്ല എന്നുള്ള ഒരു ആരോപണമാണ് നിലവിൽ അവിടുത്തെ LDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ജി സ്റ്റീഫൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അവിടുത്തെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വിവേക് ഗോപനാണ്. വിവേക് ഗോപൻ പ്രചരണ രംഗത്ത് സജീവമല്ല എന്നുള്ള ഏറ്റവും കടുത്ത ആരോപണം. അത് CPMനപ്പുറം ഇപ്പോൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലാണ് എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതേസമയം ഈ CPMും BJPയും തമ്മിൽ ഒരു വലിയ അന്തർധാര സജീവമായിരിക്കുന്നു. കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി ആ അന്തർധാര സജീവമായിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ CPMും അതുപോലെ തന്നെ BJPയും പ്രവർത്തിച്ചു വരുന്നത്. ഈ പറയുന്ന ശിവകുമാർ ഉന്നയിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസ് മുക്ത കേരളം എന്ന ഒരു ആശയത്തിലാണ് അവിടെ CPM മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ആരോപണം എന്തായാലും മുന്നോട്ട് വെക്കുന്നു. എന്തായാലും നേരത്തെ തന്നെ വട്ടിയൂർക്കാവിലും നേമത്തും നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും V ശിവൻകുട്ടി തുറന്നടിച്ച് രംഗത്തെത്തിയിരുന്നു. കാരണം ഈ വട്ടിയൂർക്കാവായാലും നേമത്തായാലും ഈ കോൺഗ്രസും BJPയും തമ്മിലുള്ള കൂട്ടുകച്ചവടം ഉറപ്പിച്ചത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണെന്ന് അദ്ദേഹം തുറന്നടിച്ച് രംഗത്തെത്തിയിരുന്നു. അതിന് മറുപടിയായിട്ട് KS ശബരിനാഥനും രംഗത്തെത്തിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡീൽ ആരോപണത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത് CPMും BJPയും തമ്മിലാണ്. പക്ഷേ ഇതിൽ ഒരു പ്രത്യക്ഷമായി മറുപടി പറയാനായിട്ട് തുടങ്ങിയ ഡീൽ ആരോപണമാണ് പിന്നീട് അത് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടു. പ്രചാരണത്തെ ചൂടുപിടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ അരുവിക്കരയിലും ഡീൽ ആരോപണം ഉയർത്തുകയാണ് അവിടെയുള്ള സ്ഥാനാർത്ഥി.